50 വയസ്സായ ആളാണ് ഞാൻ. ഒരു 5 ഉറുപ്പ്യ ഞങ്ങള് കടം തരുമില്ല ഞാൻ ചോദിച്ചു. അല്ല എന്നിട്ട് ഇപ്പൊ എന്താ പരിപാടി ഇപ്പൊ? ഞാൻ കോയമ്പത്തൂർ ഹോട്ടലിലെ പണി എടുക്കുന്നു. എന്താ 3 പെൺകുട്ടികളുണ്ട്. എന്ത് പണിയെടുത്തിട്ട് ഭാര്യക്കാണെങ്കിലോ മെന്റലിന്റെ ചൂപ്പെടുക്കും. പിന്നെ എങ്ങനെ ഞാൻ തീർക്കുക? ഒരു ചെറിയ ഒരു പെര കയറ്റിട്ട് 2 റൂമും ഒരു ഹാളും ഒരു കക്കൂസ് തയ്ച്ചിട്ടുണ്ട്. പിന്നെ പെരയുടെ ഒരു പണി എടുത്തിട്ടില്ല. വാർപ്പ് വരെയാണ്. അപ്പൊ ആ ഫീലിംഗ് തന്നെയാണ് ഇപ്പൊ. പാവാടായിരുന്നു. പാവട്ട അല്ല എന്റെ അന്തരോണ്ടും കാരണമൊക്കെ നമ്മള് വെള്ളത്തിൽ പെട്ടല്ലോ. എങ്ങനെയാ വള്ളടിക്കാതിരിക്കുക? വെള്ളത്തിലെത്തിയ ഒരു മനുഷ്യൻ നശിക്കുള്ളൂ. വേറെ കാര്യം. അത് വേറെ കാര്യങ്ങള് ജാസ്മിൻ അന്തരന്മാർ ആ ഉയർച്ചയിലെത്തിക്കണമെങ്കിൽ ഓല് വെള്ളം കുടിക്കണ്ടാവില്ല. ഓല് നല്ല കള്ള കുടിക്കണേ. നമ്മള് ലോക്കല കുടിക്കണേ. കള്ള് കുടിച്ചാ ഓടി എത്തിക്കില്ല. കുട്ടികളും മക്കളും കഷ്ടപ്പെട്ടാൻ വേണ്ടി മാത്രം. അതിന്റെ അന്തരം എന്ന് പറഞ്ഞ ഉരിഞ്ഞച്ച് കിട്ടികളിക്കാരനാ തല്ലത്ത് കുരുതിക്കൊണ്ടുള്ളേ. കള്ള് കുടിക്കാതെ ജീവിച്ചാലാണ്. 5 ഉറുപ്പ്യ തരുമല്ലോ. 5 ഉറുപ്പ്യ കൊടുക്ക. എന്നിട്ട് അപ്പൊ എങ്ങനെ കള്ളു കുടിച്ചു കഴിഞ്ഞാ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാവുക? ഞാൻ എന്നാലും പണിയെടുത്ത് കഴിഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് തിന്നാ ഞാൻ കൊണ്ട് കൊടുക്കാതിരിക്കൂല. അത് ഞാൻ കൊണ്ടു കൊടുക്കും. പക്ഷെ എന്നാലും ഈ കുട്ടി ഞാൻ ഈ മരം കയറുന്ന ആളല്ലേ. അതല്ല മരം തെങ്ങ് കയറുന്ന ആളല്ലേ. അല്ല അപ്പൊ നിങ്ങള് ഹോട്ടലിലെ പണിയെടുക്കണ പറഞ്ഞേ? കോയമ്പത്തൂര് എല്ലാ പണിക്കാരും എല്ലാ പണിക്കാർ. കള്ള് പറഞ്ഞ ദുരന്തത്തിൽ നിങ്ങൾക്ക് പിന്മാറാൻ പറ്റൂല. മാറിനോണ്ട് കുഴപ്പമില്ല. എന്റെ കുട്ടീനൊക്കെ കണ്ടല്ലോ. നിങ്ങളല്ല നിങ്ങളെ ഇച്ചാച്ചൻ ഒന്നും മാണ്ടാറ്. നിങ്ങളെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ്. നമ്മളെ ഈ പേരൊക്കെ ഇട്ടുകയാണ്. എന്നിട്ട് കുടിച്ചുകൊണ്ട് നടക്കാണ്. ഏതാ ഈ മാസം എന്ന് അറിയാം? റജബാണ് വരുന്നത്. അടുത്ത മാസം റംസാന്. പടച്ചോ നിലയിറങ്ങും. അപ്പൊ അതാണ് പറഞ്ഞത്, കള്ളൊന്നിനും പരിഹാരമല്ല. ഞാൻ കൊറേ കള്ളുടി നിർത്താൻ വേണ്ടിട്ട് നിന്നതാ. ഈ കള്ളുടി കൊണ്ടാണ് ചിലപ്പോ നിങ്ങളെ ജീവിതം ഇങ്ങനെ ഉണ്ടാകുക. പടച്ചോൻ ശപിക്കും. അങ്ങനൊന്നുമില്ല. കാരണനോട് ഞാൻ പറയട്ടെ, മോളെ കെട്ടിക്കാള പരിപാടി ഒന്നും ഇല്ല. പിന്നെന്താ? അപ്പൊ നിങ്ങൾ ഇങ്ങനെ നടക്കുക? കുഴപ്പമില്ല. അതിലൊക്കെ മുതലുണ്ട്. മുതലുണ്ടോ? അത് ഓള ഉമ്മടെ. നിങ്ങക്ക് നല്ല ടെൻഷൻ ഉണ്ടല്ലോ. നല്ല ടെൻഷൻ ഉണ്ടല്ലോ നിങ്ങക്ക്. ഉണ്ട്, അതന്നെയാണ്. ഇപ്പൊ ഇവിടുന്ന് കൊപ്പത്തിൽ കയറണമെങ്കിൽ എനിക്ക് ഒരു പൈസ കൊടുക്കണ്ടാവും. ഏത് ബസ്സിൽ കയറണം. നമ്മള് ഞാൻ പോട്ടെന്നാൽ 10 രൂപ കൊടുത്തു. നിങ്ങക്ക് എന്തിനാ പൈസ പറഞ്ഞ? ഇപ്പൊ പൊടിക്ക് പോണ്ടേ, പിന്നെ വീടിയൊക്കെ വാങ്ങണ്ടേ? അല്ല നിങ്ങൾ ഉണ്ടൊക്കെ തന്നിട്ടില്ലേ? ഇവിടെ വരെ പോലെ നിങ്ങള് എന്താ പിന്നെ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ നിങ്ങളിപ്പോ ഇത് അടിച്ചാനൊന്നും നടക്കൂലല്ലോ. ഒരു നല്ല രീതിയിൽ 10 രൂപ നടക്കണ്ട. ഇതിപ്പോ ഹറാമായ കാര്യമാണ് ഇപ്പൊ ഇത്. അതെ. വാപ്പ ഇങ്ങനത്തെ ആളാണ്. മരിച്ചുപോയി. അല്ലോ നിങ്ങളെ കുട്ടികളെ വാപ്പ എങ്ങനെയാണ്? കുട്ടികളെ ആരെ കെട്ടിക്കൊണ്ടുപോവാ? 150 ആൾക്കാർ ചോദിക്കും. എന്റെ കുട്ടിന്റെ 2 എണ്ണത്തിന്, ഒന്ന് 13-ന് പഠിക്കണ്, ഒന്ന് 9ാം ക്ലാസ് പഠിക്കണ്, ഒന്ന് 2ാം ക്ലാസ്സിൽ ഇവിടെ പഠിക്കും. എന്റെ ഈ 2 കുട്ടികളും ചോദിക്കണ്ട. ഇപ്പൊ എന്താ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ? ഇനി വേണ്ട. എന്റെ അടുത്ത് ഞാൻ പോട്ടെന്നാ.